അമ്പൂരി മേഖലയിൽ കാലങ്ങളായി കൃഷി ചെയ്യുന്ന റബ്ബർ കർഷകർക്ക് തങ്ങളുടെ ഭൂമിയിലെ റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. കാരണം അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ ഏക്കറു കണക്കിന് റബ്ബർ കൃഷി ചെയ്തിരുന്ന പ്രദേശങ്ങൾ പട്ടയ പ്രശ്നങ്ങളുടെ ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ആദായം നിലച്ച റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി പുതിയ തൈകൾ വെക്കാൻ പോലും സർക്കാർ അനുവദിക്കുന്നില്ല. പട്ടയം ലഭിച്ച ഭൂമിയിൽ കൃഷി ഇറക്കിയെങ്കിലും ലഭിച്ച പട്ടയങ്ങൾ വ്യാജ പട്ടയങ്ങളാണെന്ന് വൈകിയാണ് തിരിച്ചറിഞ്ഞതെന്നാണ് കൃഷിക്കാർ പറയുന്നത്. അതിനാൽ പോക്കുവരവ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ. സർക്കാർ ചൂണ്ടിക്കാട്ടിയ ഭൂമി ഒട്ടുമിക്കവാറും വൻകിട എസ്റ്റേറ്റ് ഉടമകളുടെ കൈവശ ഭൂമിയാണെന്നാണ് വില്ലേജ് ഓഫീസുകളിലെ രേഖകൾ പറയുന്നത്. ഭൂമിക്ക് ഇന്നേ വരെ ഒരു രേഖ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു രേഖ ലഭിക്കുമെന്ന് വളരെ പ്രതീക്ഷയോടെ കഴിഞ്ഞ സർക്കാർ MLA ഇവിടുത്തെ സ്ഥല MLA ആയ A.T. ജോർജ് സാറ് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അങ്ങനെ എന്തൊക്കെ പേപ്പറുകളൊക്കെ മാറ്റി പോയി, നമ്മളും അതിനൊപ്പം കൊടുത്തു. പക്ഷേ അതിന് ഒരു രേഖ ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഇനി എന്താണ് അടുത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾക്ക് അത് അത്യാവശ്യമാണ്, അത് നമുക്ക് കിട്ടിയേ മതിയാവൂ. പക്ഷെ അതുപോലെ തന്നെ ആ സ്ഥലത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളൊന്നും മുറിച്ച് വിൽക്കാനായിട്ട് നമുക്ക് അനുവാദമില്ല. അതിനൊക്കെ വളരെയധികം മാറ്റം വരേണ്ട സമയം കഴിഞ്ഞുപോയി. ഇത്രയും കുടിയേറി പാർത്ത കാലം മുതൽ സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഇവിടെ വന്നത്. പക്ഷേ എന്നാൽ പോലും ആ അനുവാദം നമുക്ക് അവർ അത് നടപ്പാക്കി തന്നിട്ടില്ല. ഇങ്ങനെ അനുവാദം കൊണ്ട് ഒരു മരം വെച്ചിട്ട് അതിനെ ഒന്ന് മുറിച്ച് മാറ്റാൻ പോലും മുറിച്ച് മാറ്റുകയല്ല ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കാൻ കുട്ടിയുടെ ആവശ്യത്തിനായിരിക്കും ചിലപ്പോൾ ഒരു മരം മുറിച്ച് അവർ വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പോലും ഒരു മരം മുറിച്ച് വിൽക്കാനുള്ള അനുമതിയൊന്നും ഇല്ലാതെ വന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. പട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞ UDF സർക്കാരും അതുപോലെ തന്നെ A.T. ജോർജ് MLAയും ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അത് തീർച്ചയായും ഈ LDF സർക്കാരും ഈ മുൻകൈ എടുത്ത് ഇവിടെ പട്ടയം കൊടുക്കും. അതിനൊരു മാറ്റമില്ല. അത് നമ്മുടെ ഈ അമ്പൂരി പഞ്ചായത്തിലെ ഭരണസമിതി ഇതിന് മുൻകൈ എടുക്കും. ആയിരക്കണക്കിന് വരുന്ന കൃഷിഭൂമി കൈവശമുള്ള 50, 60, 70 ആണ്ടുകൾ കൈവശം വെച്ച് അനുഭവിച്ചു വരുന്ന ഈ കൃഷിക്കാർക്ക്, അമ്പൂരി പഞ്ചായത്തിൽ താമസിക്കുന്ന കൃഷിക്കാർക്ക് പട്ടയം ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കുടുംബ ആവശ്യങ്ങൾക്ക് ബാങ്കുകളെ സമീപിക്കാൻ കഴിയുന്നില്ല, സർക്കാർ സ്ഥാപനങ്ങളെ സമീപിക്കാൻ കഴിയുന്നില്ല, കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാൻ ലോണുകൾ എടുക്കാൻ കഴിയുന്നില്ല. വീടിൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന പദ്ധതി പ്രകാരം വീട് പണിയുന്നതിന് വേണ്ടി അവർക്ക് കഴിയുന്നില്ല. അതിനാവശ്യമായിട്ടുള്ള റെക്കോർഡുകൾ കൊടുക്കാൻ ചെയ്യാൻ കഴിയുന്നില്ല. കുട്ടികളുടെ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി ആവശ്യത്തിന് കുറേ പണം സമ്പാദിക്കണമെന്ന് പറഞ്ഞാൽ പോലും ഇത് ക്രയവിക്രയം ചെയ്യാതെയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പ്രതി ചെയ്യാനോ ആവശ്യമായിട്ടുള്ള റെക്കോർഡുകളില്ലാതെ വളരെയധികം വിഷമിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെ ഞാൻ നേരിൽ കാണുകയുണ്ടായി. അവരുടെ നിരവധി പരാതികൾ എൻ്റെ മുന്നിൽ ഉയർന്നു വന്നു. ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരമേറ്റ് അധികം താമസിയാതെ തന്നെ പട്ടയം അവർക്ക് ലഭ്യമാക്കാനുള്ള ഇടപെടൽ ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ഞാൻ ചെയ്യുമെന്ന ഒരു ഉറപ്പ് അവർക്ക് നൽകിയിട്ടുണ്ട്. അത് ഞാൻ ചെയ്യും. അമ്പൂരിയുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാം എന്ന് വാഗ്ദാനം ചെയ്ത് വിജയിച്ചിരിക്കുന്ന പാറശാല നിയോജക മണ്ഡലത്തിലെ ഭരണപക്ഷ MLA C.K. ഹരീന്ദ്രൻ അമ്പൂരിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകി ഒന്നൊന്നായി പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. ഏതായാലും ദുരിതത്തുരുത്തിൽ നിന്ന് കരകയറാനാവാതെ പതിറ്റാണ്ടുകളായി നരകിക്കുന്ന ഒരു ജനതയുടെ നഷ്ടപ്രതീക്ഷകൾക്ക് ചിറകുമുളപ്പിക്കുന്നതാണ് MLAയുടെ ഈ വാക്കുകൾ. ഇത്തവണയെങ്കിലും ഈ ജനങ്ങൾ കബളിപ്പിക്കപ്പെടാതിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. റോഡുകളെന്ന് പറയുമ്പോഴത്തേക്ക് ഗതാഗത യോഗ്യമല്ല. ഇന്ന് ആശുപത്രിക്കാരെല്ലാം പരാതിയാണ്. കാരണം ഒരു ഹോസ്പിറ്റലിലും ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. ഒരു ഓട്ടോയിലോ കാറിലോ ജീപ്പിലോ ഒരു ഗർഭിണിയായ ഒരു പെണ്ണിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വണ്ടിക്കകത്ത് തന്നെയാണ് പ്രസവം. അതുകൊണ്ട് തന്നെ പ്രസവ വേദനയ്ക്ക് ഗുളിക കൊടുക്കാൻ പോലും ഡോക്ടർമാർ മെനക്കെടേണ്ടതായിട്ടില്ല. ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു ഈ അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ. ഇപ്പോൾ തന്നെ എന്തായാലും ജനങ്ങളെല്ലാവരും ഉറ്റുനോക്കിയ മറ്റൊരു ഭരണം എത്തിക്കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ ഭരണം എന്താണ്, അദ്ദേഹം നാട്ടിൽ വേണ്ടി എന്ത് ചെയ്യുന്നു, ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. ഈ വാർഡിൻ്റെ അങ്ങോളം ഇങ്ങോളം ബന്ധിപ്പിക്കുന്ന റോഡ് നമുക്ക് നന്നാക്കി തന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. പക്ഷെ അതൊന്നും ഇതുവരെയും നമുക്ക് ചെയ്യാനായിട്ട് മുന്നോട്ട് അവർ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതുവരെ അത് നടപ്പായി കിട്ടിയിട്ടില്ല. നടപ്പാകാൻ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ജനങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരുന്ന സർക്കാർ ചെയ്യും, നാളെ വരുന്ന സർക്കാർ ചെയ്യും, മാറി മാറി ഇങ്ങനെ ഭരിച്ചുകൊണ്ട് ഇരുന്നാൽ പോലും അവർ ചെയ്യുന്നില്ല. പാലം എന്ന പഴകിയ ആവശ്യം നിറവേറ്റുന്നതിനുള്ള പ്രായോഗിക തടസ്സം നീക്കുന്നതിനും
പട്ടയപ്രശ്നത്തിലെ അവ്യക്തതകൾ പരിഹരിക്കുന്നതിനും ഗതാഗത ആരോഗ്യ മേഖലകളിലെ അനിശ്ചിതാവസ്ഥകൾ പരിഹരിക്കുന്നതിനും പുതിയ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അമ്പൂരിയിലെ ജനങ്ങൾ. ആദിവാസികൾക്ക് വേണ്ടി എല്ലാ ഗവൺമെൻറ്റും വരുന്നവരെല്ലാവരും ഒരുപാട് കാര്യം ചെയ്യുന്നു എന്ന് പറയാറുണ്ട്, പത്രത്തിൽ വായിക്കാറുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഒരു പരിധി വരെ എത്തുന്നില്ല. ഒരു ആദിവാസികളെ സംബന്ധിച്ചുള്ള അവരെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു സർക്കാർ ജോലിയുള്ള വിദ്യാഭ്യാസം അവരെ യോഗ്യത അനുസരിച്ച് ഒരു കുടുംബത്തിന് ഒരു സർക്കാർ ജോലിയുള്ള ഒരാൾ. കാരണം കാലാകാലങ്ങൾ കോടിക്കണക്കിന് രൂപയാണ് ആദിവാസികൾ ചിലവാകുന്നത്. പക്ഷേ എന്നിട്ടും ഇപ്പോഴും അവരെ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു കുടുംബത്തിനൊരു ജോലി കിട്ടാനുള്ള നടപടികൾ വരുന്ന ഗവൺമെൻറ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആദിവാസികളുടെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹാരം കാണാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അമ്പൂരിയിലെ ജനങ്ങളുടെ ദുരിതക്കാഴ്ചകൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനോടൊപ്പം അവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്ന MLAയുടെ വാക്കുകൾ കൂടി സാക്ഷ്യപ്പെടുത്തുന്ന ഫോർ ദ പീപ്പിൾ പരമ്പരയ്ക്ക് ഇനി ഒരിക്കൽ കൂടി അമ്പൂരിയിലേക്ക് ക്യാമറ തിരിക്കാൻ ഇടവരാതിരിക്കട്ടെ. ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്തയാഴ്ച.